കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ ഉടൻ മാറ്റും. സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാൻ പുതിയ അധ്യക്ഷൻ ഉടൻ വരും. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ ഉടൻ മാറ്റും. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന UDF യോഗത്തിൽ പോലും പങ്കെടുക്കാതെ കെ സുധാകരൻ ഇന്നലെ ഡൽഹിയിലെത്തി. അധ്യക്ഷ മാറ്റത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് സുധാകരനെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന സുധാകരനെ ദേശീയ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കാനാണ് നീക്കം. ആന്റോ ആന്റണി MP, സണ്ണി ജോസഫ് MLA എന്നിവരെയാണ് പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്നാണ് പൊതുവായ ധാരണ. ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യം പരിഗണിച്ചാണ് ആന്റോ ആന്റണിയെയും സണ്ണി ജോസഫിനെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നതെന്നും സൂചനയുണ്ട്. തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്കും ഉടൻ കടക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാവും ഈ കമ്മിറ്റി. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ 11 പേർ ഉൾപ്പെട്ടതാവും കോർ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശൻ തുടരും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒരുപോലെ മാറണമെന്ന സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ആവശ്യം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് തള്ളിയിരുന്നു. UDF-ലും അഴിച്ചുപണി നടത്തിയേക്കും. കൺവീനറായ MM ഹസനെ മാറ്റുമെന്നും സൂചനയുണ്ട്. എന്നാൽ PV അൻവറിനെ UDF-മായി സഹകരിപ്പിക്കാൻ ഇന്നലെ MM ഹസന്റെ അധ്യക്ഷതയിൽ കൂടിയ UDF യോഗം തീരുമാനിച്ചു. ഏതെങ്കിലും ഘടകകക്ഷിയിൽ ലയിച്ച് മുന്നണിയിലെത്താനുള്ള ശ്രമത്തിലാണ് പച്ചക്കൊടി നൽകിയിരിക്കുന്നത്. അൻവറിനെ എങ്ങനെ സഹകരിപ്പിക്കണമെന്നത് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി.